നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ വരിക. എല്ലാവരും നോക്കി കണ്ടും വേണം ഉത്താരമൊക്കെ. ആരെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓരോരുത്തർക്ക് രാഷ്ട്രീയമുണ്ട്, വ്യക്തിപരമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാം. അള്ളാഹു നമ്മളെ സ്വാധീനികൾ ചേർക്കട്ടെ. കാരണം സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി, നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഓരോരുത്തരും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകൾ സമീപിക്കുന്നത്. അവരതിന് പറ്റിയതാണോ, പക്വതയുള്ളവരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും നോക്കിയും കണ്ടും വേണം വോട്ട് ചെയ്യാൻ. ഞാൻ പറയുന്നു, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഗുണമാണോ ദോഷമാണോ എല്ലായിടത്തും നോക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു അമാനത്താണ്. ഇത് ഏറ്റെടുക്കുന്ന ആളുകൾ നിസ്സാരമായി കാണരുത്. ഏറ്റെടുക്കുന്നത് വലിയ ഉത്തരവാദിത്തമായി കാണാം. ഇല്ലെങ്കിൽ നാളെ നമുക്ക് വലിയ ചോദ്യചിഹ്നമായി വരും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം. ആളുകൾ ആരെങ്കിലും തിരഞ്ഞെടുത്തോട്ടെ, ഞാൻ വോട്ട് ചെയ്യുന്നില്ല, അങ്ങനെ ആകരുത്. എല്ലാവരും വോട്ട് ചെയ്യണം, നിർബന്ധമാണ്. ഇന്ത്യ രാജ്യത്ത് വസിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്. അത് ആരും ഇല്ലാതാക്കാൻ പാടില്ല. വോട്ട് ഇല്ലാതാക്കിയാൽ ഒരുപക്ഷെ പിന്നീട് ഈ രാജ്യത്ത് തന്നെ നമ്മളെ തുടച്ചു നീക്കപ്പെടാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെ വോട്ട് നിർബന്ധമായിട്ട് ചെയ്യാം. ഒരു വാക്ക് കൊണ്ടുപോലും മറ്റൊരുത്തനെ തെറ്റിന്മേൽ നീ സഹായിച്ചാൽ നീ കൂടി ആ തെറ്റിൽ പങ്കാളിയായെന്ന് നബിയോനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, അധികാരത്തിലേക്ക് നീ വിരൽ ചൂണ്ടുന്ന ആള് സാലിഹായിട്ടില്ല എങ്കിൽ നിനക്കൂടി ഇടി കിട്ടും. നമ്മളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത്. ഒരു വാക്കുകൊണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കുകൊണ്ടെങ്കിലും നീ ഒരു തെറ്റിന്മേലാണ് സഹായിക്കുന്നത് എങ്കിൽ, കാരണം ആ മനുഷ്യൻ വന്നാൽ നാടിന് വിപത്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും നീ അത് മറച്ചു വെച്ചിട്ട് തൽക്കാലിക പോട്ടെ എന്ന് പറഞ്ഞിട്ട് നീ ഒരു വാക്കുകൊണ്ട് കുടുംബത്തോട്, മക്കളോട്, സമൂഹത്തോട് അങ്ങനെ നീ കൽപ്പിച്ചാൽ ആ തെറ്റിൽ അവനും കൂടി പങ്കാളിയായി. ഈ വോട്ടിലെ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്നതാകുന്ന സ്ഥാനാർത്ഥി അയാൾ അധികാരത്തിൽ വന്നുകൊണ്ട് എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു അതിൽ മുഴുവനും നീയും പങ്കാളിയാകുന്നു. ചെറിയ വിഷയമല്ല. അയാൾ പൈസ അടിച്ചു മാറ്റിയാൽ നീ കുറ്റക്കാരനാണ്. അയാൾ കാശടിച്ചു മാറ്റിയാൽ നീ പ്രശ്നമാണ്. ഇത് ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും തരികട കാണിച്ചാൽ നീ കൂടി കുറ്റിക്കകത്താൻ. നാളെ ആഖിറത്തിൽ ഇവിടെ അല്ല, ഇവിടെ ചിലപ്പോൾ തന്നെ രക്ഷപ്പെടുത്താറുണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ.